നമസ്കാരം. ഈ വർഷം ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്നാണ് ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 3 വരെ നടക്കുന്ന ഗെയിംസിൽ ക്രിക്കറ്റും മത്സര ഇനമായി വരുന്നു എന്നത് ഇന്ത്യക്ക് ഉറച്ച മെഡൽ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. T20 ഫോമാറ്റിലായിരിക്കും ഗെയിംസിലെ ക്രിക്കറ്റ് മത്സരങ്ങൾ. ഈ മേളയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് 30 അംഗ സാധ്യതാ സ്ക്വാഡ് BCCI തയ്യാറാക്കിയിട്ടുണ്ട്. അമർ ഉജ്വാലയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ലിസ്റ്റിൽ അവർ പത്രത്തിലൂടെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത് 30 പേരുടെ സാധ്യതാ സ്ക്വാഡിലായത് നിന്നായിരിക്കും ഏഷ്യൻ ഗെയിംസിൽ 15 അംഗ അന്തിമ ടീമിനെ BCCI തിരഞ്ഞെടുക്കുക. അടുത്ത മാസം 10-നുള്ളിൽ ഈ ലിസ്റ്റ് ഏഷ്യൻ ഗെയിംസ് അധികൃതർക്ക് സമർപ്പിക്കേണ്ടതായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത്. എന്നാൽ ഗെയിംസിനായി അന്തിമ ടീമിനെ തിരഞ്ഞെടുക്കുക എന്നത് സെലക്ടർമാർക്ക് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. കാരണം ഗെയിംസിന്റെ അതേ സമയത്ത് തന്നെ വെസ്റ്റ് ഇൻഡീസുമായുള്ള നാട്ടിൽ 5 ടീമുകളുടെ 3 ഏകദിനങ്ങളും ഇന്ത്യ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ തീരുമാനങ്ങളും നല്ല രീതിയിൽ തന്നെ ടീമിനെ നമ്മൾ മുന്നിൽ എത്തിക്കേണ്ടതും എല്ലാവരുടേതായിട്ടുള്ള ഒരു ഘടന തന്നെയാണ്. അതിനാൽ തന്നെ ഗെയിംസിനും T20 പരമ്പരയ്ക്കുമായി 2 വ്യത്യസ്ത ടീമുകളെയും ഇന്ത്യക്ക് ഒരേ സമയം ഇറക്കേണ്ടതായി വരും. ഇപ്പോൾ തയ്യാറാക്കിയ 30 അംഗ സ്ക്വാഡിനെയാകും 15 പേർ വീതമുള്ള 2 സ്ക്വാഡുകളായി BCCI വേർതിരിക്കുക. ഗെയിംസിനായി യുവനിരയെ തന്നെയാകും ഇന്ത്യ പരീക്ഷിക്കുക. കഴിഞ്ഞ IPL വിവിധ ടീമുകൾക്ക് വേണ്ടി ഉജ്ജ്വല പ്രകടനം നടത്തിയ താരങ്ങൾക്കായിരിക്കും മുൻതൂക്കം ലഭിച്ചേക്കുക. ആരായിരിക്കും ഗെയിംസിൽ ഇന്ത്യയെ നയിക്കുക എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ICC T20 ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഇന്ത്യയുടെ 30 അംഗ സ്ക്വാഡിൽ സ്ഥാനം ലഭിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹത്തിനൊപ്പം ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായകൻ കൂടിയായ ശുഭ്മൻ ഗില്ലും തടയപ്പെട്ടു. പക്ഷേ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ടീമിന്റെ ഭാഗമാണ്. സാധ്യതാ സ്ക്വാഡിലെ മറ്റൊരു പ്രധാന ആകർഷണം ലോക ക്രിക്കറ്റിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശിയാണ്. IPL ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 700-ന് മുകളിൽ റൺസാണ് 15 വയസ്സുകാരൻ വാരിക്കൂട്ടിയത്. സഞ്ജു അടക്കം 4 വിക്കറ്റ് കീപ്പർമാർ സ്ക്വാഡിലുണ്ട്. ഇക്കൂട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ T20 പ്ലാനുകളുടെ ഭാഗമല്ലാത്ത ഋഷഭ് പന്തുമുണ്ട്. ഇഷാൻ കിഷനും ധ്രുവ് ജുറേലും മറ്റ് കീപ്പർമാരാണ്. ദീർഘകാലമായി ഇന്ത്യൻ T20 ടീമിന് പുറത്തുള്ള ശ്രേയസ് അയ്യരും സാധ്യതാ ലിസ്റ്റിൽ ഇടം നേടി. IPLന്റെ 19ാം സീസൺ ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള കലാശപ്പോരിന് നരേന്ദ്രമോദി സ്റ്റേഡിയം തയ്യാറായി കഴിഞ്ഞു. അതോടെ IPL അവസാനിക്കുമ്പോൾ അടുത്ത മാച്ചുകളെല്ലാം തുടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഗെയിംസ് തന്നെയാണ് നോക്കിയിരിക്കുന്ന ഒരു കാര്യം. കാരണം നമ്മുടെ രാജ്യത്തെ പ്രതികരിക്കുക എന്ന രീതിയിൽ നമ്മൾ മറ്റൊരു ഒളിമ്പിക്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെയധികം വിസ്മയിപ്പിക്കുകയും അതുപോലെ നമുക്ക് വളരെയധികം ഊർജ്ജവും നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ടീം അവിടെ എത്തുക, നമ്മുടെ ടീം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഇവിടെയും ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമയത്തും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ക്രിക്കറ്റ് ടീമിന് ഭൂരിഭാഗം പേരും സപ്പോർട്ട് ചെയ്യുന്നത്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വികാരമായി കാണുന്നവരും അതുപോലെ തന്നെ ഇത്തരത്തിൽ തന്നെ വേർതിരിച്ച് കാണുന്നവരും വളരെയധികമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മാത്രം ഉണ്ടെങ്കിലേ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ അത്തരത്തിലല്ലാത്തവരുമുണ്ട്. വളരെയധികം പ്രതീക്ഷകളോടെയാണ് ഇന്ത്യ ഇനി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഉയർച്ചകൾ ഇവർക്ക് മുന്നിലുണ്ട്. സഞ്ജു ഈ ടീമിലുള്ളത്, സാധ്യതാ സ്ക്വാഡിലുള്ളത് വളരെയധികം ആശ്വാസകരവും സന്തോഷകരമായ കാര്യമാണെന്നും കരുതുന്നു.